ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ബയോളജി പഠിക്കുന്നത്. അപ്പോൾ ബയോളജി എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം ജയിക്കാൻ പറ്റും. ആൻഡ് ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ പേര് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സൊക്കെ മെയിനായിട്ട് പഠിച്ചു പോകും. അത് പഠിച്ചാൽ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് 50% മാർക്ക് കിട്ടും. ഇനി ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും തന്നെ പഠിക്കാം. അതിൽ നമുക്ക് 15 മാർക്കോളം വരുന്നുണ്ട്. ആൻഡ് ഇതിൽ ബോട്ടണിയിലാണെങ്കിൽ ഈ പാഠം പഠിക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സും. പിന്നെ ബയോടെക്നോളജിയിൽ ഏതെങ്കിലും ഒരു പാഠം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. നല്ല മാർക്കോടെ പാസ്സാവണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യം കാണിച്ചിട്ടുള്ള ആ 4 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ആൻഡ് നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നത് ഞാൻ ജൂൺ 5 എടുത്ത വീഡിയോ ആണ്. ഞാനിതിൽ എൻ്റെ ബയോളജി ചാപ്റ്റേഴ്സ് NCERT റീഡിംഗ് ആണ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി PYQs പഠിക്കുന്നതിൽ പകരം ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഏതെങ്കിലും ഗൈഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടോ പഠിക്കുക. അപ്പോൾ എന്തായാലും എക്സാം ജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾ ഡെയിലി പഠിക്കുക. ഞാൻ ഡെയിലി സ്റ്റഡി വ്ളോഗ്സ് ഇടുമ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടിരുന്ന് പഠിക്കുക. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അതെൻ്റെ ശബ്ദം ഭയങ്കര പ്രോബ്ലമായിട്ടിരിക്കുന്നത് കാരണം എനിക്ക് കുറച്ച് കിച്ച് ആൻഡ് ചുമ പിടിച്ചിട്ടുണ്ട്. സോ ശബ്ദം ഭയങ്കര കുറവാണ്. ആൻഡ് എനിക്ക് കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. ബട്ട് ഹോപ്പ് നിങ്ങളുടെ എക്സാംസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന്. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ആ 4 ചാപ്റ്റേഴ്സ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 25 to 30 മാർക്ക് മൊത്തം ബയോളജിയിൽ കിട്ടും. 60 മാർക്കിൻ്റെ പരീക്ഷയിൽ 30 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. പരമാവധി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുക. ആൻഡ് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുമ്പോൾ ജസ്റ്റ് വായിച്ച് പോവാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്തോ ഹൈലൈറ്റ് ചെയ്തോ പഠിക്കുക. ആൻഡ് ഗൈഡുകൾ ഏതെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് HSS ലൈവോ അങ്ങനെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കുക. PYQസും ഒക്കെ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടി എന്താ പറയാമെന്ന് എനിക്കറിയില്ല. എക്സാം സിമ്പിളായിരിക്കും. എക്സാം അത്ര ടഫൊന്നും വയ്ക്കാറില്ല ഇതുവരെ, കാരണം ആണല്ലോ വെക്കുന്നത്. സോ എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ബയോളജി എക്സാം സിമ്പിളായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഇന്ന് ഈ ചാപ്റ്റർ മാത്രമേ പഠിക്കുന്നുള്ളൂ. ആൻഡ് ഞങ്ങൾക്ക് ജൂൺ 6 അവധിയാണെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജൂൺ 6 ഒരു ഫുൾ ഡേ സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സ്റ്റഡി വ്ളോഗിൻ്റെ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ വ്യൂവേഴ്സ് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോ സജഷൻസോ വേറെ ഏതെങ്കിലും എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്കോ PDF നോട്ട്സോ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ദാറ്റ്സ് ഓൾ. ബൈ ബൈ.